അങ്ങനെ ബിഗ് ബോസിൻ്റെ 11th എപ്പിസോഡിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ പതിവ് തെറ്റിക്കാതെ നമ്മുടെ അനീഷ് അടിയിൽ തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അനീഷാണല്ലോ ഇപ്പം കിച്ചൺ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ പറ്റുന്ന മാക്സിമം കച്ചറ അനീഷ് ഉണ്ടാക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസലുമായിട്ടാണ്. ജിസലിൻ്റെ സംസാരം ശരിയില്ല, കുറച്ച് കമാൻഡിങ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനീഷ് ഇന്നത്തെ ഒരു അംഗത്തിന് തുടക്കം കുറിച്ചത്. പിന്നെ അങ്ങോട്ട് മാലപ്പടക്കം പോലെ അനീഷ് കുറേ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസുമായിട്ടും അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം കുക്കിയില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയും അതുപോലെ തന്നെ മാക്സിമം കച്ചറ ഒന്ന് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കിച്ചൺ ടീം നന്നേ പരാജയമാണ്. അതായത് 10 മണിക്ക് കിട്ടേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് 1 മണിക്കും ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം പാതിരാത്രിക്കുമാണ് കിട്ടുന്നതെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഇന്ന് പട്ടി കുറച്ചിട്ടുണ്ടായിരുന്നു അനുമോളിൻ്റെ ഉറക്കം. അപ്പോൾ അനുമോൾ കുറേ പ്രാവശ്യം ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ വേറൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഡെയിലി ജിസൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കി നടക്കലാണ് അനുമോളിൻ്റെ പണി. ജിസൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് പിടിച്ചോളും. ബിഗ് ബോസ് കുറേ പ്രാവശ്യമായിട്ട് വാണിയുന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വലിയൊരു ബ്ലണ്ടർ ചെയ്ത ഏത് ബിഗ് ബോസിലുള്ള മരപ്പൊട്ടനാണെങ്കിലും അവനൊരു അവാർഡ് കൊടുക്കേണ്ടതാണ്. ഇപ്പോഴും കണ്ടസ്റ്റൻസ് ഈ മേക്കപ്പിൻ്റെയും കോസ്റ്റ്യൂമിൻ്റെയും കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അത് മുന്നിലോട്ടേക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടി സാധിക്കുകയില്ല. അവർ ഇപ്പോഴും ആ ഒരു സംഭവത്തിൽ തന്നെ അവർ സ്റ്റക്കാണെന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഇടയിൽ അനുമോൾ പറയുന്നുണ്ടായിരുന്നു ജിസലിന് ഇവിടെ എല്ലാവർക്കും പേടിയാണ് തോന്നുന്നു, നിനക്ക് പേടിയാണോ എന്നൊക്കെ ശൈത്യയുടെ അടുത്തൊക്കെ ചോദിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും അനുമോളിൻ്റെ സംഭവം നല്ല മണ്ടത്തരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഈ ഒരു തീരുമാനവും മഹാമണ്ടത്തരം, ലോകത്തിലുള്ള ഏറ്റവും വലിയ മണ്ടത്തരം ഇത്രയും വലിയ ബിഗ് ബോസ് സീസൺസിൽ ഉണ്ടായത് ഇവരുടെ കോസ്റ്റ്യൂംസും മേക്കപ്പ് പ്രൊഡക്ട്സും ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് യാതൊരുവിധ ഗുണവും കിട്ടാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കോൾഡ് വാർ ആയിരുന്നു. 6 പേര്, അതായത് മിഡ് വീക്ക് നോമിനേഷനിൽ വന്ന 6 പേർക്ക് വേണ്ടി വേറെ ആൾക്കാർ കളിക്കണം. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് സാധനം കുത്തിക്കയറ്റുക എന്നുള്ളതായിരുന്നു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം പല സാധനങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോജിക്ക് ഉപയോഗിക്കണം എന്നായിരുന്നു അതിൻ്റെ ഒരു എന്താ പറയുക ഉള്ളിലുള്ളൊരു ഹിഡൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പെട്ടെന്ന് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിക്ക് കണ്ട സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റാൻ നോക്കി. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും മിൽക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ വെക്കാൻ പാടുന്നുണ്ടായിരുന്നുള്ളൂ. ഈ ഷാനവാസിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാപ്റ്റൻസി ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു അമ്മാവൻ ഫിഗർ തന്നെ എല്ലാത്തിലും, പ്രത്യേകിച്ച് വേറൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഒനീലിൻ്റെ ടീമാണ് വിൻ ചെയ്തത്. അതുപോലെ റെനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സും കിട്ടിയത് ഈ ഒരു സംഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇന്ന് അനീഷുമായിട്ട് എല്ലാവരും അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ പനിശരത്തൊക്കെ അങ്ങ് ചാടി കടിക്കാൻ പോവാണ്. പക്ഷെ എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും അനീഷിൻ്റെ ഒരു രോമത്തിൽ തൊടാൻ അവർക്ക് പറ്റുന്നില്ല. അനീഷിൻ്റെ ഗെയിമും ഒന്നും തന്നെ മാറുന്നില്ലല്ലോ. അനീഷ് അതേപോലെ തന്നെ മുന്നിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 19 ആൾക്കാർക്കും ശത്രുവായി അല്ലെങ്കിൽ 19 ആൾക്കാരെയും വെറുപ്പിച്ചുകൊണ്ട് അനീഷ് വീണ്ടും മുന്നിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനീഷിൻ്റെ ഗെയിം പ്ലേനെ ചേഞ്ച് ചെയ്യാൻ, അനീഷിനൊന്ന് തളർത്താൻ ഇവർക്ക് ഈ ആക്രോശിച്ചത് കൊണ്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അവർ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ തന്നെ വേറൊരു സ്ട്രാറ്റജി ഇയാളുടെ അടുത്ത് കാണിക്കണം. അത്രയ്ക്കുള്ള സ്മാർട്ട്നെസ് ഉള്ള ആരും ഈ ഒരു ബിഗ് ബോസിൽ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ബിഗ് ബോസ് ഫസ്റ്റ് ഡേ ഇറങ്ങിയ സമയത്ത് നമ്മുടെ തൊപ്പി പറയുന്നുണ്ടായിരുന്നു ഈ കണ്ടസ്റ്റൻസ് ഒക്കെ വളരെ മോശമാണെന്ന്. അതെനിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നുണ്ട് ഒരു സ്റ്റാർ മെറ്റീരിയലായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഒരു ഫയർ ബ്രാൻഡായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനെയും കൂടി ഇതിൽ കാണുന്നില്ല എന്നുള്ളതും സത്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മെയിൻ നടന്നത്. അപ്പോൾ എല്ലാ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ ഒരു 30-40% ഒരു മേക്കപ്പിൻ്റെ സാധനം ടൈലൻഡിൽ കാണിക്കും. എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ടാവും, അനീഷിൻ്റെ അടി ഉണ്ടാവും. ഈ ഒരു സംഭവത്തൊന്നും യാതൊരുവിധ വ്യത്യാസവും ഈ ഒരു 11 ദിവസമായിട്ടില്ല. പക്കാ ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തരം ശോകം എപ്പിസോഡ്സ്. അപ്പോൾ ഇനി ആകെപ്പാടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം കുറച്ചു എന്താ പറയുക വൈൽഡ് കാർഡ് എൻട്രീസിനെ കൊണ്ടുവരിക. അതിപ്പോൾ 2 or 3 ഒക്കെ ആവശ്യം വരും. ബിക്കോസ് ആ രീതിയിലുള്ള ശോകം കണ്ടസ്റ്റൻസും ശോകം രീതിയിലുമാണ് ബിഗ് ബോസിൻ്റെ ഈ ഒരു ഫോർമാറ്റും അതുപോലെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാധനവും. ലാലേട്ടൻ വന്നിട്ട് തിമിർക്കുന്നുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ വലിയ കാര്യമൊന്നുമില്ല.